Hello ബച്ചോ, നമസ്തേ. വെൽക്കം ടു ദ വേൾഡ് ഓഫ് 90 പ്ലസ്. ഇന്ന് നമ്മൾ 6th സ്റ്റാൻഡേർഡിലെ ഹിന്ദി സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യു ഓൾ ആർ റെഡി? റെഡിയാണോ? റെഡിയാണെങ്കിൽ ഒരു തംസ് അപ്പ് നോക്കട്ടെ. യെസ്, അപ്പം എല്ലാവരും റെഡിയാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഏതൊക്കെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് ആയിരുന്നത്? ഫസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? ഓ, ഏതായിരുന്നു? നോ, ഏതായിരുന്നു? യെസ്, ബാദൽദാനി ആൻഡ് ബാരിഷ് കൈസെ മിലി. നമ്മൾ ഈ രണ്ട് ചാപ്റ്റേഴ്സിലും എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? മഴയെ കുറിച്ച് പഠിച്ചു അല്ലെ? മഴയെ കുറിച്ച് പഠിച്ചു. മഴയെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറെ ആനിമൽസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. ഒരു അടിപൊളി കവിതയും ഒരു ചിത്ര കഹാനിയുമാണ് പഠിച്ചത്. സോ ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്നും ഏതൊക്കെ തരം ക്വസ്റ്റ്യൻസിന് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം എന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പോവാല്ലേ? ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. റെഡി? യെസ്, വേഗം നോക്കിക്കോളൂ. फर्स्ट क्वेश्चन നോക്കി. जल संरक्षण का संदेश देते हुए പോസ്റ്റർ തയ്യാർ കരേ. ജലസംരക്ഷണം, സേവ് വാട്ടർ എന്നൊരു മെസ്സേജ് തന്നുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. യെസ്, सूचना पोस्टर तैयार करें. उचित संदेश वाक्य जोड़कर पानी के महत्व पर पोस्टर तैयार करें. दो, फिर നോക്കൂ, सही प्रस्ताव चुनकर लिखें. एंड लास्ट നോക്കൂ, पानी का समानार्थक शब्द लिखें. അല്ലേ? എല്ലാം പോസ്റ്റർ ആണ്. സോ പോസ്റ്റർ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു യൂണിറ്റിൽ നിന്നും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പാനിയെ കുറിച്ചുള്ള ഒരു പോസ്റ്റർ. പാനിയുടെ സുരക്ഷയെ കുറിച്ച്, വെള്ളത്തിന്റെ സംരക്ഷണം, ജലസംരക്ഷണത്തെ കുറിച്ച് ഒരു പോസ്റ്റർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ഉണ്ട് ക്വസ്റ്റ്യൻ നോക്കൂ. पानी के महत्व को सूचित करने वाले एक പോസ്റ്റർ തയ്യാർ കരേ. ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ വി ക്യാൻ എക്സ്പെക്ട്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ? പോസ്റ്റർ തയ്യാറാക്കാൻ അല്ലേ? ഓക്കെ, അപ്പൊ പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കും? എങ്ങനെ തയ്യാറാക്കാം നോക്കാം. യെസ്, ആദ്യം തന്നെ പോസ്റ്റർ എന്താണ് നമുക്കറിയാം അല്ലെ? ഏതെങ്കിലും ഒരു പ്രോഗ്രാമോ ഏതെങ്കിലും ഒരു അവയർനെസ് പ്രോഗ്രാംസോ ഒക്കെ നമ്മൾ എവിടെയെങ്കിലും കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കുന്ന ഒരു മെത്തേഡാണ് അല്ലെ പോസ്റ്റർ എന്ന് പറയുന്നത്. ഒരു പേപ്പർ വർക്ക്സ് ആവാം, പേപ്പറിലാവാം അല്ലെ, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൊക്കെ ആയിരിക്കും നമുക്കിത് കിട്ടുന്നത്. സോ പോസ്റ്റർ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സൂചന പോസ്റ്റർ. ഹിന്ദിയിൽ നമുക്ക് രണ്ട് പോസ്റ്റേഴ്സ് ആണുള്ളത്. സൂചന പോസ്റ്റർ അല്ലെങ്കിൽ കാര്യക്രം പോസ്റ്റർ എന്ന് പറയും. ദെൻ നെക്സ്റ്റ് ആണ് സന്ദേശ് പോസ്റ്റർ. സൂചന കാര്യക്രം പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേറ്റീവ് പോസ്റ്റർ എന്ന് പറയും. ദെൻ സന്ദേശ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സന്ദേശ പോസ്റ്റർ. ഇത് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും പോസ്റ്റർ തന്നെയാണ്, ബട്ട് എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് സൂചന പോസ്റ്റർ, അതായത് ഇൻഫോർമേറ്റീവ് പോസ്റ്റർ. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്? ഓക്കെ, നോക്കി. ടേക്ക് എ ന്യൂ പേജ് ആൻഡ് ഡ്രോ എ കോളം. നമ്മൾ സൂചന പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഇവിടെ പേപ്പർ, നമ്മുടെ ഒരു പേജിൽ പുതിയൊരു പേജ് എടുത്തിട്ട് ആദ്യം തന്നെ ഒരു കോളം വരയ്ക്കണം. ഓക്കെ, ഒരു കോളം വരയ്ക്കാം. ദെൻ വി ഹാവ് ടു റൈറ്റ് ശീർഷകം കൊടുക്കണം, ഒരു ഹെഡിങ് കൊടുക്കണം. ഓക്കെ, പിന്നെ എന്താ വേണ്ടത്? ഡേറ്റ് കൊടുക്കുക. ഹെഡിങ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? ഒരു ഡേറ്റ് കൊടുക്കണം. എന്നാണോ ആ ഒരു പ്രോഗ്രാം നടക്കുന്നത്, സോ ആ പ്രോഗ്രാമിന്റെ ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ എന്ത് കൊടുക്കും? ടൈം കൊടുക്കണം, സമയം അവിടെ കൊടുക്കണം. സമയം എപ്പോഴാണോ പ്രോഗ്രാം നടക്കുന്ന ആ ഒരു സമയം നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ എന്ത് കൊടുക്കണം? നെക്സ്റ്റ് സ്ഥലം, എവിടെയാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ആ ഒരു സ്ഥലം നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. എവിടെ? സൂചന പോസ്റ്റർ അല്ലെ? ഓക്കെ, ദെൻ അടുത്തത് എന്താ? അനുബന്ധ ചിത്രം. നമ്മൾ എന്ത് പ്രോഗ്രാം ആണോ കണ്ടക്ട് ചെയ്യുന്നത് ആ ഒരു പ്രോഗ്രാമിനെ കണക്ട് ചെയ്തുകൊണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പിക്ചേഴ്സ് അവിടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, അതും എക്സാമിന് വരുമ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് വരയ്ക്കാൻ അറിയുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചിത്രങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എക്സെപ്ഷണൽ ആണ്. ഓക്കെ, പിന്നെന്താ? ലാസ്റ്റ് സ്വാഗത്.
ഒരു പ്രോഗ്രാം ആവുമ്പോൾ അതിന് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം അല്ലേ? സോ നമ്മളവിടെ സ്വാഗത് ഒരു സെന്റൻസും കൂടി അവിടെ കൊടുക്കണം. എന്താണ്? ആപ് സഭി കാ സ്വാഗത് എന്നൊരു അടിപൊളി സെന്റൻസ് നമ്മൾ ഈ പോസ്റ്ററിന്റെ ഏറ്റവും അവസാനമായിട്ട് കൊടുക്കണം. ഓക്കെ, മനസ്സിലായല്ലോ സൂചന പോസ്റ്റർ എന്താണ്? നമുക്ക് ഈ സൂചന പോസ്റ്ററിൽ എന്താണ് ആ പ്രോഗ്രാം എപ്പോഴാണ് നടക്കുന്നത്, എവിടെ വെച്ചാണ് നടക്കുന്നത്, ആരാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത പിക്ചേഴ്സ്, എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്ന ആ ഒരു ടാഗ് ലൈൻ എല്ലാം നമ്മൾ സൂചന പോസ്റ്ററിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഇതെല്ലാം എന്താ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്താ നോക്കൂ. യെസ്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജലസംരക്ഷണത്തെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് അല്ലെ? നമ്മൾ ഓൾറെഡി നേരത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഇതാ ഇവിടെ കണ്ടു. ഓക്കെ അല്ലെ? ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടു. സോ നമുക്ക് ഒരു സൂചന പോസ്റ്റർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാക്കിയാലോ? നോക്കാം. യെസ്, കണ്ടോ? ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ? ഒരു ഹെഡിങ് കൊടുക്കണം, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കുക അല്ലെ? നോക്കൂ, ജലദിവസ് സമാരോഹ് 2024-2025. എന്താണ് ജലദിവസ് എന്ന് പറഞ്ഞാൽ? എന്താ? വാട്ടർ ഡേ ആണ്. സമാരോഹ് എന്ന് പറഞ്ഞാൽ സെലിബ്രേഷൻ, നമ്മൾ വാട്ടർ ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. എന്നാ നമുക്ക് ഓൾറെഡി അറിയാം, March 22 ആണ് നമ്മൾ വാട്ടർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഡേ അടിപൊളി ഹെഡിങ് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ സ്കൂളിലൊക്കെയാണ് ഇത് എന്താ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്കൂളിന്റെ നെയിം അടുത്തത് കൊടുക്കാം. നോക്കൂ, ശാന്തിനികേതൻ സ്കൂൾ ദില്ലി. ഓക്കെ, അടുത്ത സ്കൂളിന്റെ പേര് കൊടുത്തു. ദെൻ നമ്മളൊരു ടാഗ് ലൈൻ അവിടെ കൊടുക്കുകയാണ്. എന്താണ്? പാനി ജീവൻ കാ ആധാർ ഹെ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം നമ്മുടെ ലൈഫിന്റെ അടിസ്ഥാനമാണ് അല്ലേ? അല്ലേ? പിന്നെ എന്താ കൊടുത്തിരിക്കുന്നത്? ടീച്ചർ പറഞ്ഞു യെസ്, ഹാവ് ടു ഗിവ് മെൻഷൻ ദ ഡേറ്റ്. എന്നാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്, ആ ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്യണം. നോക്കി, 22 March 2024. കണ്ടോ? ഇനി നോക്കൂ, ടൈം കിട്ടി, സോറി ഡേറ്റ് കിട്ടി. ഇനി നമുക്ക് അവിടെ ടൈമും കൊടുക്കണ്ടേ? എപ്പോഴാണ് പ്രോഗ്രാം നടക്കുന്നത്, ടൈം കൊടുക്കണ്ടേ? നോക്കൂ, സമയ സുബഹ് 9 ബജെ, 9 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ഓക്കെ, പിന്നെ നോക്കൂ, ഉദ്ഘാടൻ. ആരാണ് ഇനാഗുറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം? പ്രധാന അധ്യാപകനാണ്, പ്രിൻസിപ്പൽ ആണ് പ്രോഗ്രാമിന് എന്താ ഇനാഗുറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കൂ, മുഖ്യ അതിഥി. അടുത്തത് ആരാണ് ആ ഒരു പ്രോഗ്രാമിന്റെ മെയിൻ അട്രാക്ഷൻ? ആരാണ്? യെസ്, ഒബ്വിയസ് അത് ഗസ്റ്റ് ആണ്. മുഖ്യ അതിഥി എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് ആണ്. ആരാണ്? ദുൽഖർ സൽമാൻ ആണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് അവിടെ വന്നിരിക്കുന്നത്. കണ്ടോ, ഫിലിം സ്റ്റാർ ആയ ദുൽഖർ സൽമാൻ. നമുക്ക് അങ്ങനെയും കൊടുക്കാം. ആൻഡ് അറ്റ് ലാസ്റ്റ് സ്ഥാൻ കൊടുത്തേക്കുന്നത് എന്താ? എവിടെയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്? ഓക്കെ, എവിടെയാണ്? സ്കൂൾ മൈതാൻ, സ്കൂൾ പ്ലേ ഗ്രൗണ്ട്, അല്ലെങ്കിൽ മക്കൾക്ക് വേണമെങ്കിൽ സ്കൂൾ സഭാങ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഏതെങ്കിലും പ്ലേസ് മക്കൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ ടീച്ചർ പറഞ്ഞു എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണം അല്ലെ? സ്വാഗത് എന്ന് പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് സ്വാഗത് എന്ന് പറഞ്ഞ ടാഗ് ലൈൻ കൊടുക്കണം. എന്താണ്? ആപ് സഭി കാ സ്വാഗത്, എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം അല്ലെ? ആപ് സഭി കാ സ്വാഗത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാണ്. മനസ്സിലായോ? ഇതാണ് ഒരു സൂചന പോസ്റ്റർ എന്ന് പറയുന്നത്. ഇതിലും കുറച്ചും കൂടി ഡിഫറെന്റ് ആണ് സന്ദേശ് പോസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് മെയിൻ ആയിട്ട് ഡിഫറൻസ്? സൂചന പോസ്റ്റർ നമ്മൾ ഈ ടൈംസ് എല്ലാം, ടൈം, ഡേറ്റ്, എന്താ പറയുക, ഇനാഗ്രേറ്റ് ചെയ്യുന്ന ആള്, സ്ഥലം, ഇതൊക്കെ മെൻഷൻ ചെയ്യും. ബട്ട് സന്ദേശ് പോസ്റ്ററിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നോക്കൂ, സന്ദേശ് പോസ്റ്റർ എങ്ങനെ റെഡിയാക്കാന്ന് വേഗം നോക്കിയേ. സന്ദേശ് പോസ്റ്റർ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡ്രോ എ കോളം, ഒരു കോളം വരയ്ക്കണം. ഓക്കെ, ന്യൂ ഷീറ്റ് എടുത്തിട്ട് ഒരു കോളം വരയ്ക്കുക. സന്ദേശ് വാക്യം എന്ന് പറഞ്ഞാൽ മെസ്സേജസ് ആണ്. അതായത് നമുക്ക് ഈ ഒരു, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ജലസുരക്ഷ അല്ലെ, ജലസംരക്ഷണത്തെ കുറിച്ചാണ് പോസ്റ്റർ. അപ്പൊ സേവ് വാട്ടറിനെ കുറിച്ച് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമ്മൾ അവിടെ കൊടുക്കുകയാണ്. പിന്നെ എന്താണ് നെക്സ്റ്റ്? ചിത്രം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പിക്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യണം. പോസ്റ്ററിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത പിക്ചേഴ്സ് നമുക്ക് അവിടെ ആഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താ? സന്ദേശ് പോസ്റ്റർ നമുക്ക് ഡേയും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ ടാഗ് ലൈൻസ് മാത്രം അവിടെ കൊടുത്താൽ മതി. ആ ഒരു ഇമ്പോർട്ടൻസ്, ഫോർ എക്സാമ്പിൾ വെള്ളത്തിന്റെ സുരക്ഷയാണെങ്കിൽ അതിന്റെ റിലേറ്റ് ചെയ്ത 2-3 സെന്റൻസുകൾ ഡബിൾ കോട്ട്സിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് സന്ദേശവാക്യം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സൂചന പോസ്റ്ററും സന്ദേശ് പോസ്റ്ററും. എക്സാമ്പിൾ മനസ്സിലായ നോക്കി, എക്സാമ്പിളുകൾ കാണിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. നോക്കൂ,
ബച്ചാവോ പാനി ജീവൻ കാ ആധാർ ഹെ. ഇതാണ് നമ്മുടെ ജലസുരക്ഷയെ കുറിച്ചുള്ള അല്ലെങ്കിൽ ജലസംരക്ഷണത്തെ കുറിച്ചുള്ള എന്ത് സന്ദേശ് പോസ്റ്റർ എന്ന് പറയുന്നത്. നോക്കൂ, പാനി ബച്ചാവോ പാനി ജീവൻ കാ ആധാർ ഹെ. നെക്സ്റ്റ് നോക്കൂ, ജൽ നഹി തോ ജീവൻ നഹി, ജൽ കെ ഏക് ബൂന്ദ് കോ നഷ്ട് ന കരെ എന്ന് പറഞ്ഞാൽ എന്താ? ജലമില്ലെങ്കിൽ നമ്മുടെ ജീവിതമില്ല. ജൽ കെ ഏക് ബൂന്ദ് കോ നഷ്ട് ന കരെ എന്ന് പറഞ്ഞാൽ ജലത്തിന്റെ അല്ലെങ്കിൽ വാട്ടറിന്റെ ഒരു ഡ്രോപ്പ് പോലും നമ്മൾ നഷ്ടമാക്കരുത്, വേസ്റ്റ് ആക്കി കളയരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കൂ, പാനി ബച്ചാവോ പാനി ജീവൻ കാ ആധാർ ഹെ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം, സേവ് വാട്ടർ. വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ബേസ് ആണ്, അടിസ്ഥാനമാണെന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുമുണ്ട്. യെസ്, നോക്കൂ, ജൽ ഹെ തോ കൽ ഹെ, വെള്ളമുണ്ടെങ്കിൽ നാളെയുണ്ട്. ജൽ ബച്ചാവോ, വെള്ളത്തെ രക്ഷിക്കൂ. ജീവൻ ബച്ചാവോ, ജീവൻ രക്ഷിക്കൂ. മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് നോക്കൂ, ജൽ അൻമോൽ ഹെ. ജൽ എന്ന് പറയുന്നത് വളരെ പ്രീഷ്യസ് ആണ്, ജലം എന്ന് പറയുന്നത് വളരെ പ്രീഷ്യസ് ആണ്, അമൂല്യമാണ്. ജൽ ബച്ചാവോ, ജലത്തെ രക്ഷിക്കൂ. ഭവിഷ്യ കോ ബച്ചാവോ, ഭവിഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചറിനെ രക്ഷിക്കാൻ പറയുകയാണ്. ഓക്കെ, അപ്പൊ ഇത് 4 തരത്തിലുള്ള 4 ടൈപ്സ് വാട്ട് സന്ദേശ് പോസ്റ്റർ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നുന്ന 2 എണ്ണം പഠിച്ചു വെക്കാം. എന്തായാലും ഒരു 99% ഷുവർ ആണ് ഈ ഒരു പോസ്റ്റർ. വാട്ടർ പോസ്റ്റർ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സോ ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കുക. പ്രത്യേകിച്ചും സന്ദേശ് പോസ്റ്റർ ആണ് നമ്മളോട് 6th സ്റ്റാൻഡേർഡിൽ കൂടുതലും സന്ദേശ് പോസ്റ്റർ ആണ് ചോദിക്കാറുള്ളത്. സോ ഇത് ഏറ്റവും നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്, അപ്പൊ സൂചന പോസ്റ്റർ എന്താന്ന് മക്കൾക്ക് മനസ്സിലായല്ലോ. അതിൽ ഡേറ്റും ഡേയും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അതിൽ എന്നാണ് ആ പ്രോഗ്രാം നടക്കുന്നത്, ജലസുരക്ഷയെ കുറിച്ചാണെങ്കിൽ അത് എന്നാണ് ആ പ്രോഗ്രാം നടക്കുന്നത്, അതിന്റെ ഡേറ്റും കാര്യങ്ങളും ഇനാഗുറേഷനും എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ടാവണം. ബട്ട് സന്ദേശ് പോസ്റ്ററിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ആ സന്ദേശ വാക്യങ്ങൾ കൊടുക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പിക്ചേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, അതും എക്സെപ്ഷണൽ ആണ്. കൊടുക്കണമെങ്കിൽ കൊടുക്കാം, വരയ്ക്കാൻ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ഒരു കോളം വരച്ചിട്ട് അതിന്റെ ഇടയിൽ 2 സിംഗിൾ കോട്ട്സിൽ ഡബിൾ കോട്ട്സിൽ ഇതുപോലെ 2 ടാഗ് ലൈൻ സന്ദേശവാക്യങ്ങൾ എഴുതിയ സെറ്റാണ് നമ്മുടെ സന്ദേശവാക്യം. ഓക്കെ, സന്ദേശ് പോസ്റ്റർ. സോ ഏറ്റവും സിമ്പിൾ ആയി തോന്നുന്ന ഏതെങ്കിലും 2 എണ്ണം മക്കൾ പഠിച്ചു വെക്കാം. ഓക്കെ, പോസ്റ്ററിന്റെ കാര്യത്തിൽ ഡൗട്ട് ഒന്നുമില്ല അല്ലേ? സോ നമുക്ക് ഇനി ചോദിക്കാനുള്ള ഒരു എക്സ്ട്രാ നെക്സ്റ്റ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിക്കാവുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോഡൽ എന്തായിരിക്കും? എനി ഗസ്? നോ. അപ്പൊ നമുക്ക് നോക്കാം. യെസ്, ഇത് തന്നെ, വർഗ് പഹേലി ബുझाए. നമ്മൾ ഓൾറെഡി നമ്മുടെ ആക്ടിവിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് വർഗ് പഹേലി. വേർഡ് പസിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. ബട്ട് ഈ വേർഡ് പസിൽ നമുക്ക് നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തറിയണം? നമുക്ക് ആ വേർഡ് മീനിങ്സും നന്നായിട്ട് അറിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മൾ ഓരോ വേർഡ്സിന് ഹിന്ദിയിൽ എന്താ പറയുന്നത് നമുക്ക് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇത് വളരെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. സോ ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങളും വേർഡ് മീനിങ്സും ഒക്കെ നന്നായിട്ട് എഴുതി പഠിക്കുക. ഓരോ വേർഡ്സും എന്തൊക്കെയാണെന്ന് എഴുതി പഠിക്കുക, മനസ്സിലാക്കുക. കാരണം എന്താ ടീച്ചർ അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ ഇവിടെ ഒരു ഫിഷിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫിഷ് എന്ന് പറഞ്ഞാൽ അതിന് ഹിന്ദിയിൽ മച്ഛലി എന്നാണ് പറയുക എന്ന് അറിയാത്തവർക്ക് ഈ ഒരു പസിൽ സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ വേർഡ് മീനിങ്സും കറക്റ്റായിട്ട് പഠിച്ചു പോകണം. സ്പെല്ലിങ്സും കറക്റ്റായിട്ട് എഴുതി പോകണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായാലും നമ്മുടെ വേർഡ് പസിൽ തെറ്റും. ഓക്കെ, സോ ഓരോ വേർഡ്സും പഠിക്കുക, എന്താണ് അതിന് ഹിന്ദിയിൽ പറയാന്നുള്ളത് പഠിക്കുക, കൂടെ എഴുതി പഠിക്കുക. ഓക്കെ, യെസ്. നോക്കൂ, ദെൻ ഫസ്റ്റ് നോക്കി, നീച്ചെ കി ഓർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നീച്ചെ കി ഓർ എന്ന് പറഞ്ഞാൽ താഴേക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4, 5 ഇങ്ങനെയാണ് നമ്മുടെ വേർഡ് പസിൽ വരുന്നത്. പേടിക്കണ്ട, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത്ര മാത്രമല്ല നമുക്ക് തന്നിട്ടുണ്ടാവാം. ഇത് കൂടി തന്നിട്ടുണ്ട്. ഒരു ബോക്സിൽ ഓരോ വേർഡ്സിനും, അതായത് ഏതൊക്കെയാണ് ആ വേർഡ്സ്, അതിന്റെ പേരുകളടക്കം നമുക്ക് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ടാവും. നമുക്കത് എടുത്ത് എഴുതണം. എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, ബന്ദർ ആരാണ്, ഹിരൺ ആരാണ്, ബാദൽ ആരാണ്, മച്ഛലി ആരാണ്, ഗായ് ആരാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഇത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ എല്ലാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എടുത്തെടുത്ത് എഴുതണം. ആ ഒരു ഡ്യൂട്ടി നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വി ഹാവ് ടു നോ. നമുക്ക് ഇതെല്ലാം അറിയണം. ആരൊക്കെയാണ്, ബന്ദർ ആരാണ്, ഹിരൺ ആരാണ്, ബാദൽ ആരാണ്, മച്ഛലി ആരാണ്, ഗായ്, ഇതൊക്കെ ആരാണെന്ന് അറിയണം.
ഓക്കെ അല്ലേ? സോ വേർഡ് പസിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും. സോ അത് ക്ലിയർ ചെയ്യണം. എങ്ങനെ ക്ലിയർ ചെയ്യും? എന്താ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്? എന്താണ്? ഫിഷ് ആണ്. ഫിഷ് എന്ന് പറഞ്ഞാൽ മച്ചിലി അല്ലെ? താഴേക്ക് എഴുതണം മ-ഛ-ലി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? സെക്കൻഡ് പിക്ചർ ആരുടെയാ? മേഘത്തിന്റെ പിക്ചർ. മേഘത്തിന് ഹിന്ദിയിൽ എന്ത് പറയും? യെസ്, ഓഫ് കോഴ്സ്, ബാദൽ. ബാദൽ. കണ്ട? ഇനി നോക്കൂ, തേർഡ് പിക്ചർ ആരുടെയാ? തേർഡ് പിക്ചർ ഒരു കുഞ്ഞു മാൻകുട്ടി അല്ലെ? മാനിന് നമ്മൾ ഗീറിന് നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയും? ഹിരൻ. യെസ് അല്ലെ? ഇനി ഫോർത്ത് പിക്ചർ ആരുടെയാ? കുരങ്ങിന്റെ അല്ലെ? മങ്കിയുടെയാണ്. മങ്കിനെ ഹിന്ദിയിൽ എന്താ പറയാ? ഓൾറെഡി നോക്കി, ഫോർത്ത് ദായിക്ക് ഓർ എന്ന് പറഞ്ഞാൽ അത് റൈറ്റിലേക്കാണ് എഴുതേണ്ടത്. ഇനിയുള്ള ഈ രണ്ട് പിക്ചേഴ്സും റൈറ്റിലേക്കാണ് എഴുതേണ്ടത്. ഓക്കെ, ഓൾറെഡി ഇവിടെ നോക്കി, ഫോർത്തിന് റൈറ്റിലേക്ക് എന്ന് പറയുമ്പോൾ ദയും രായും ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ കിട്ടുന്ന വേർഡ് മാത്രം നമുക്ക് കിട്ടണം. യെസ്, ഇറ്റ്സ് ബന്ദർ അല്ലെ? ബന്ദർ. ഓക്കെ, ഇനി നോക്കൂ, ലാസ്റ്റ് പിക്ചർ ആരുടെയാണ്? ഇവിടെ ഒരു കുഞ്ഞു പശുവിനെ കാണാം അല്ലെ? കൗവിനെ നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയും? ഖാലി ഹൈ സബ് താൽ തലയ്യ, സൂഖി ഘാട്ട് പടി ഹൈ നയ്യ. എന്തൊക്കെയാ അതിൽ പഠിച്ചിട്ടുണ്ടല്ലോ? വാട്ട്? ഗയ്യ അല്ലെ? ഗായ്. ഗായ് എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പസിൽ ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, പസിൽ സോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഒക്കെ എന്താണ് ഇതിനെ ഹിന്ദിയിൽ പറയാന്നൊക്കെ കിട്ടണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പോസ്റ്റർ മോഡൽ, പോസ്റ്റർ എങ്ങനെയാണ് എഴുതുന്നതെന്നും ഡിസ്കസ് ചെയ്തു. വർഗബഹേരി അല്ലെ? വേർഡ് പസിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. യെസ്, ഇവിടെ ഒരു പിക്ചർ കാണാം അല്ലെ? ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ? ഈ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് നമ്മളോട് ഒരു ചെറിയ വിവരണം തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നോക്കി, ചിത്ര के आधार पर विवरण तैयार करें, कम से कम 4 वाक्य അല്ലെ? ചിത്രके आधार पर, ഈ തന്നിരിക്കുന്ന പിക്ചറിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു വിവരണം തയ്യാറാക്കാൻ. ഈ ഒരു വിവരണം തയ്യാറാക്കാൻ നമ്മൾ ഓൾറെഡി എന്താ നമ്മുടെ ആക്ടിവിറ്റിയിൽ, ഈ ഫസ്റ്റ് യൂണിറ്റിലെ ആക്ടിവിറ്റിയിൽ ചെയ്തിട്ടുണ്ട് അല്ലെ? സോ എന്താ പറഞ്ഞിരിക്കുന്നത്? കം സെ കം 4 വാക്യം, കുറഞ്ഞത് 4 സെന്റൻസെങ്കിലും വേണം. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ സെക്കൻഡ് പാർട്ട്? എന്താ? വിവരൺ കെ ലിയെ ഉചിത് ശീർഷക് ദേ. ഈ ഒരു വിവരണം, ഈ ഒരു തന്നിരിക്കുന്ന സംഭവത്തിന് എന്ത് കൊടുക്കണം? ഒരു അടിപൊളി ടൈറ്റിലും കൊടുക്കണം, അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ടൈറ്റിലും കൊടുക്കണം. ഓക്കെ, എന്തൊക്കെ കാണാം നമുക്കിവിടെ? യെസ്, സണ്ണിനെ കാണാം, സൂര്യനെ കാണാം. യഹാ ഏക് ചിത്ര മേ ഏക് സൂരജ് ഹൈ. പിന്നെന്താ? एक किसान है. किसान എന്താ ചെയ്യുന്നേ? എന്തോ ചെയ്യുന്നുണ്ട് അല്ലേ? ധാൻ ബോ രഹാ ഹൈ, അല്ലെങ്കിൽ എന്താ? ബീജ് ബോ രഹാ ഹൈ. വിത്ത് ഇങ്ങനെ എറിയുന്നത് കാണാം. പിന്നെന്താ? ഇവിടെ എന്തോ വീഴുന്നുണ്ട് അല്ലെ? എന്തൊക്കെയാ? മഴ പെയ്യുന്നുണ്ട് അല്ലെ? മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ ഇവിടെ എന്താ? റെയിൻബോ കാണാം. ഇവിടെ കുറെ ഫീൽഡ്സ് കാണാം. സോ നമുക്കൊരു 5-6 സെന്റൻസ് റെഡിയാക്കണം. ഓക്കെ, നോക്കാം. ഈ ഒരു പിക്ചറിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണം. നോക്കൂ, ചിത്രമേ സൂരജ് ഹൈ അല്ലെ? ചിത്രത്തിൽ നമുക്ക് എന്ത് കാണാം? ഒരു സൂര്യനെ കാണാം. ഇന്ദ്രധനുഷ് ദിഖായി ദേ രഹാ ഹൈ. ഒരു എന്താണ് ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞാൽ? എന്താ? റെയിൻബോനെയാണ് നമ്മൾ ഇന്ദ്രധനുഷ് എന്ന് പറയാം. ഇന്ദ്രധനുഷ് ദിഖായി ദേ രഹാ ഹൈ, ഒരു റെയിൻബോനെ അവിടെ കാണാം. ബാരിഷ് ഹോ രഹാ ഹൈ, അവിടെ മഴ പെയ്യുന്നുണ്ട്. പ്രകൃതി സുന്ദർ ലഗ് രഹി ഹൈ, പ്രകൃതി വളരെ മനോഹരമായിട്ട് കാണാം. കിസാൻ ബീജ് ബോ രഹാ ഹൈ, കിസാൻ അവിടെ ഫാമർ എന്താ ചെയ്യുന്നത്? വിത്ത് ഇങ്ങനെ വിതയ്ക്കുന്നുണ്ട് അല്ലെ? വിത്ത് വിതയ്ക്കുന്നത് കാണാം. ഖേത് ഹരിയാലി സെ ഭരാ ഹൈ, ഖേത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഫീൽഡ്സ് ആണ്. അവിടെ എന്താ? വളരെ പച്ചപ്പ്, അങ്ങനെ പച്ചപ്പ് നിറഞ്ഞ പാടമാണെന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ എഴുതാം അല്ലെ? മഴയൊക്കെ പെയ്ത് ഇങ്ങനെയൊക്കെ കർഷകർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അതെന്തായിരിക്കും? നല്ലൊരു പച്ച വിരിച്ച പാടമൊക്കെ ആയിരിക്കാം അല്ലെ? ഓൾറെഡി കളേർഡ് അല്ല നമുക്ക് തന്നിരിക്കുന്നത്, പക്ഷെ നമുക്ക് അത് അങ്ങനെ ഒരു സെന്റൻസ് അവിടെ ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു വിവരണം തയ്യാറാക്കുന്നത്. 3, 5, 6 സെന്റൻസെങ്കിലും
മിനിമം കൊച്ചു കൊച്ചു സെന്റൻസുകൾ മതി. നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ കൊച്ചു സെന്റൻസുകൾ എഴുതാം. ദെൻ എന്താ പറഞ്ഞിരിക്കുന്നത്, വി ഹാവ് ടു ഗിവ് എ ടൈറ്റിൽ. നമുക്ക് അതിനൊരു ഹെഡിങ് കൊടുക്കണം. എന്താ ടീച്ചർ കൊടുത്തിരിക്കുന്നത്? ബാരിഷ് ആകയ, മഴ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാരിഷ് ആകയ എന്ന് മഴ വന്നു. വേറെ എന്തെങ്കിലും കൊടുക്കാം, പ്രകൃതി സുന്ദരത എന്ന് കൊടുക്കാം, പ്രകൃതിയുടെ മനോഹാരിതാന്നോ, അങ്ങനെ എന്ത് വേണമെങ്കിലും മക്കൾക്ക് ഇഷ്ടമുള്ള എന്തൊരു ഹെഡിങ് നമുക്ക് അവിടെ, പ്രകൃതി എന്ന് വേണമെങ്കിൽ ജസ്റ്റ് പ്രകൃതി എന്ന് മാത്രം ഹെഡിങ് കൊടുക്കാം, നേച്ചർ എന്നൊരു ഹെഡിങ് കൊടുക്കാം, ബാരിഷ് എന്ന ഹെഡിങ് കൊടുക്കാം, ഇന്ദ്രധനുഷ്കി ആകയ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അത് മക്കളുടെ ഇഷ്ടം. പക്ഷെ ഒരു ഹെഡിങ് അവിടെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിവരണം തയ്യാറാക്കാൻ. പിക്ചർ തന്നിട്ട് അതിന്റെ വിവരണം തയ്യാറാക്കാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ചിത്രകഥ തരും. നമ്മൾ പഠിച്ച ചിത്രകഥയിലെ ഫോർ എക്സാമ്പിൾ ബാരിഷ് കേസെ മിലി, നമ്മുടെ ചാപ്റ്ററിന്റെ ചിത്രകഥ തന്നിട്ട് അതിലുണ്ടായ ഇൻസിഡൻസ് താഴെ വെറുതെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. എങ്ങനെ? ആ ഒരു പിക്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് അത് റീഅറേഞ്ച് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അങ്ങനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിത്രകഥ തന്നിട്ട് അതിൻ്റെയും കുറെ ഇൻസിഡൻസ് സെന്റൻസുകൾ കൊടുത്തിട്ട് അതും ആ പിക്ചറിനെ ബേസ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യാൻ കൊടുക്കാറുണ്ട്. സോ അങ്ങനെയാണ് നമ്മളോട് എക്സാമിന് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വിവരണം അതുപോലെ തന്നെ കഥ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമ്മൾ മൂന്നാണ് ഡിസ്കസ് ചെയ്തു. പോസ്റ്റർ, വേർഡ് പസിൽ, ദെൻ വിവരണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ഒരു കവിതാംശം തരും. അതായത് ടീച്ചർ ഓൾറെഡി ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. നമുക്ക് ബാദൽദാനി എന്ന് പറഞ്ഞ കഥ, ചിലപ്പോൾ ആ പോയം ആയിരിക്കില്ല തരും, ചിലപ്പോൾ അതുമായിട്ട് ബാദലിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ബാരിഷിനെ കുറിച്ചുള്ള വേറെ ഏതെങ്കിലും പോയം തരും. എന്നിട്ട് അതുപോലെ അതിൽ നിന്ന് റിലേറ്റ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പൊ എന്താ നോക്കൂ, കവിതാംശ് പഠേ ഓർ നീച്ചെ ലിഖേ പ്രശ്നോ കെ ഉത്തർ ലിഖേ. നമ്മുടെ ഈ തന്നിരിക്കുന്ന പോയം ലൈൻസ് വായിച്ചിട്ട് അതിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നമ്മളോട് പറയാറുണ്ട്. നോക്കൂ, തന്നിരിക്കുന്ന ലൈൻസ് ഒന്ന് നോക്കിയ മക്കളെ. കാല കാല काला काला बादल आया, ठंडा ठंडा पानी लाया, നദി നാലെ ഭർ ഭർ ആയി. സോ ഈ മൂന്ന് ലൈൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? കാല കാല ബാദൽ ആയ. ബ്ലാക്ക്, കാല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ബ്ലാക്ക് ആയിട്ട് ബാദൽ വന്നു, നമ്മുടെ മേഘം വന്നു. ठंडा ठंडा पानी लाया. ठंडा എന്ന് പറഞ്ഞാൽ എന്താ? നല്ല തണുത്ത് നല്ല കൂളായിട്ടുള്ള വെള്ളം കൊണ്ടുവന്നു. അതായത് മഴ പെയ്തു അല്ലെ? മഴ പെയ്തു. മഴയും കൊണ്ടാണ് നമ്മുടെ മേഘം, കറുത്ത മേഘം വരുന്നത്. നദി നാലെ ഭർഭർ ആയ. അപ്പൊ മഴ വന്നപ്പോ എന്ത് സംഭവിച്ചു? നദി നാലെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, പുഴകളും തോടുകളും എല്ലാം എന്തായി? ഭർഭർ ആയി. അവിടെയൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു. ഭർന എന്ന് പറഞ്ഞാൽ അവിടെ നിറയുക എന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ? നദികളും തോടുകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു. സോ മൂന്ന് ലൈൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് സോൾവ് ചെയ്യേണ്ടത്. നോക്കൂ, नीचे दिए शब्दों की सहायता से 3 पंक्तियां जोड़कर कविता को आगे बढ़ाए. എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ നമുക്ക് അവിടെ രണ്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. റെഡ് കളർ രണ്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. എന്താ? റിംജിം റിംജിം മക്രോം മക്രോം ക്രോം, മേട്ടോ മേണ്ടക്കോ മാക്രോം മാക്രോം എന്നാവാം. ഓക്കെ, എന്തായിരിക്കും അപ്പൊ ഉദ്ദേശിക്കുന്നത്? മേണ്ടക്കോം എന്നായിരിക്കും കേട്ടോ. മേണ്ടക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മേണ്ടക് ക്രോം ക്രോം. മാക്രോം പറയുന്നത് ആരാ? മേണ്ടക് അല്ലെ? മാക്രോം തവളയാണ് മാക്രോം എന്നുള്ള സൗണ്ട് ഉണ്ടാക്കുന്നത് അല്ലെ? അപ്പൊ എന്താ പറയുക? റിംജിം റിംജിം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നതാണ്. അതുപോലെ ക്രോം ക്രോം സൗണ്ട് ഉണ്ടാക്കുന്നത്, മാക്രോം സൗണ്ട് ഉണ്ടാക്കുന്നത് ആരാണ്? യെസ്, തവളയാണ് അല്ലെ? ഫ്രോഗ് ആണ് ആ ഒരു സൗണ്ട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ അവര് സൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ലൈൻസ് വെച്ചിട്ട് മൂന്ന് ലൈൻസ് നമ്മളോട് ഈ ഒരു പോയം ലൈനിലേക്ക് ആഡ് ഓൺ ചെയ്യാനാ പറയുന്നത്. എങ്ങനെയാണ്? കാല കാല ബാദൽ ആയ, ठंडा ठंडा पानी लाया, नदी नाले भर भर आए, रिमझिम रिमझिम बारिश आए, रिमझिम रिमझिम पानी आया, मेंढक मैक्रोम मैक्रोम
ബോല. പിന്നെന്താ, ഒരു ലൈൻ കൂടി കൊടുക്കണം. എങ്ങനെ കൊടുക്കും? റിംചിം റിംചിം. എങ്ങനെ എഴുതി കൊടുക്കാം? റിംചിം റിംചിം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന ഒരു സൗണ്ട് അല്ലെ. റിംചിം റിംചിം പാനി ആയ. റിംചിം റിംചിം പാനി ആയ. मेंढक मैक्रोम क्रोम क्रोम ബോല പറഞ്ഞു അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കി. സുനായ എന്ന് കൊടുക്കാൻ വേണമെങ്കിൽ മെയ്ടെക് മാക്രോം ക്രോം ക്രോം ബോല. പിന്നെ ഒരു ലൈനും കൂടി കൊടുക്കണം. എന്ത് കൊടുക്കണം? സബ് ഖുഷി ഹുവ, എല്ലാവരും സന്തോഷിച്ചു. सबको खुशी आया. सबको खुशी आया. അല്ലെങ്കിൽ സഭി കോ നാക്കാം നമുക്കത്. സഭി കോ ഖുഷി ആയ, എല്ലാവരും സന്തോഷം, എല്ലാവർക്കും സന്തോഷം വന്നു എന്നാ പറയുന്നത്. സോ ഈ 3 ലൈൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ടീച്ചർ ഇത് 3 ലൈൻസ് തന്നു, മക്കൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വേറെ ലൈൻസും ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് ഹിൻസ് തന്നിട്ടുണ്ടാവും. അതിൽ കുറച്ച് വേർഡ്സ്, മക്കൾക്ക് ഇഷ്ടമുള്ള കുറച്ച് വേർഡ്സ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതും പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ ആക്ടിവിറ്റിയിൽ, ബാദൽദാനിയുടെ ആക്ടിവിറ്റിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പോയം ലൈൻസ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ എക്സാമിനും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഹിന്റ് തരും. ഹിന്റ് തരാതിരിക്കില്ല, ഹിന്റ് തന്നിട്ടായിരിക്കും ആഡ് ഓൺ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും റിംജിം എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാലോ, മഴ പെയ്യുന്ന ഒരു സൗണ്ട്. റിംജിം റിംജി പാനി ആയ അല്ലെങ്കിൽ ബാരിഷ് ആയ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. മെയിൻടെക് ക്രോം ക്രോം സൗണ്ട് ഉണ്ടാക്കുന്ന ആരാ? മെയിൻടെക് തവളയാണ്. സോ തവളയുടെ പേര് കൊടുത്തിട്ട് ബോല എന്ന് പറഞ്ഞാൽ പറയുക എന്നുള്ളൊരു മീനിങ് ആണ്. സംസാരിച്ചു, പറഞ്ഞു എന്നുള്ളൊരു മീനിങ് ആണ്. അത് സൗണ്ട് ഉണ്ടാക്കി എന്നാ പറയുന്നത്. സഭീകോ ഖുഷി ആയ, എല്ലാവരും സന്തോഷിച്ചു എന്ന് പറയുന്നത് മഴ വന്നപ്പോ. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ബാദൽ ക്യാ ലായ. ബാദൽ ക്യാ ലായ എന്ന് പറഞ്ഞാൽ ബാദൽ എന്താ? മേഘം എന്താ കൊണ്ടുവന്നേ? ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ കൊണ്ടുവന്ന മേഘം? കാല കാല ബാദൽ ആയ ഠണ്ട ഠണ്ട പാനി ലായ അല്ലെ. കാല കാല ബാദൽ എന്തോ കൊണ്ടുവന്നേ? ലാന എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. എന്താ കൊണ്ടുവന്നത്? ഓഫ്കോഴ്സ് പാനി അല്ലെ, വെള്ളമാണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ഇതിന്റെ ആൻസേഴ്സ് ചെയ്യണമെങ്കിൽ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കവിത കേലി ഉചിത് ശീർഷക് ദേ. കവിതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? അതിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ പോയം ലൈൻസ് ഇതുപോലെ തരും, എന്നിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യും? എന്ത് ചോദിക്കും? ഇതുപോലെ പോയം ലൈൻസ് ആഡ് ഓൺ ചെയ്യാൻ ചോദിക്കും. സിംഗിൾ ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ബാദൽ ക്യാ ലായ അതിൽ നിന്ന് ചോദിക്കും. പിന്നെ ഒരു ഹെഡിങ് കൊടുക്കാൻ പറയും. എന്ത് ഹെഡിങ് നമ്മൾ കൊടുക്കും? മഴയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ എന്താ? ബാരിഷ് ആയ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. മഴ വന്നു. ഓക്കെ, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണ്? റൈമിംഗ് വേർഡ് ആണ് അല്ലെ. റൈമിംഗ് വേർഡ് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് റൈമിംഗ് വേർഡ്? തുക്ക് വാലേ ശബ്ദ് അല്ലെ. തുക്ക് വാലേ ശബ്ദ് ടീച്ചർ അതും പഠിപ്പിച്ചിട്ടുള്ള. തുക്ക് വാലേ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? സെയിം വേർഡ്സിൽ, സെയിം ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന വേർഡ്സിനെയാണ്, സെയിം പ്രൊനൗൺസിയേഷനിൽ അവസാനിക്കുന്ന വേർഡ്സിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാ? റൈമിംഗ് വേർഡ്സ്. അപ്പൊ റൈമിംഗ് വേർഡ്സ് എടുത്ത് എഴുതാനും ചോദിക്കാറുണ്ട്. ഇതിൽ ക്വസ്റ്റ്യൻ വന്നിട്ടില്ലെങ്കിലും ഈ ഒരു പോയിം ലൈനിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. ഏതൊക്കെയാണ്? കണ്ടോ? ആയ, കണ്ടോ? ആയ ലായ, ആയ ലായ. ഇതാണ് നമ്മുടെ റൈമിംഗ് വേർഡ് ആയിട്ട് വരുന്നത്, റൈമിംഗ് വേർഡ്സ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യനും എക്സാമിന് ഷുവർ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. റൈമിംഗ് വേർഡ്സ്, പോയം ലൈൻസ് ആഡ് ഓൺ ചെയ്യാൻ, ദെൻ എന്താണ്? ഒരു ഹെഡിങ് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് തന്നെ മക്കൾക്ക് മനസ്സിലായല്ലോ. സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? പോസ്റ്റർ, വേർഡ് പസിൽ, വിവരൺ, ദെൻ കവിത അല്ലെ. കവിതയിലെ എന്താണ്? കവിതയിൽ നിന്ന് ചോദിക്കാൻ സാധ്യത, കവിതയുടെ വേണമെങ്കിൽ ചിലപ്പോൾ ബാദൽദാനി ചോദിക്കും, അല്ലെങ്കിൽ ബാദൽദാനിയെ പോലെ വേറൊരു കവിത തന്നിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് കാത്തിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഇത് ടീച്ചർ കൊടുത്തിരിക്കുന്ന ബാദൽദാനി കവിതയുടെ ആശയമാണ് അല്ലെ. നമുക്കറിയാം ബാബുലാൽ ശർമ്മയാണ് ഈ ഒരു കവിത എഴുതിയത്. അത് വളരെ മനോഹരമായ സുന്ദര കവിതയാണ്.
बादलदानी। इसमें क्या क्या हो रहा है इस कविता में? बिजली റാണി ചംചം ചമക്തി है. ബിജ്ലി റാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടിമിന്നലിലെ ദേവത എങ്ങനെ ഇങ്ങനെ മിന്നി മിന്നി തിളങ്ങുന്നു. तब आसमान में काले बादल खड़े खुशी से उठते हैं. അപ്പൊ അവിടെ എന്താണ്? ആകാശത്ത് കറുത്ത മേഘങ്ങൾ വന്ന് എന്താ ആ ഒരു സൗണ്ട് ഒക്കെ കേട്ട് വളരെ സന്തോഷത്തോടെ എഴുന്നേൽക്കാണ്, awake ചെയ്യാണ്. सब बादल से कहते हैं दानी बादल तुम खूब पानी बरसाओ. എന്നിട്ട് എല്ലാവരും അവിടെ ഉള്ള എല്ലാവരും ഈ മേഘത്തോട് പറയാണ്, ആവശ്യപ്പെടുകയാണ്, ദാനം ചെയ്യുന്ന മേഘമേ പ്ലീസ് കുറെ വെള്ളം തരാൻ. ഖൂബ് പാനി ബർസാओ, ഒരുപാട് മഴ പെയ്യിക്കാൻ പറയുകയാണ്. പിന്നെന്താ? ചിടിയ ഓർ ഗയ്യ പ്യാസി ഹെ. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി അല്ലെ, ഗയ്യ എന്ന് പറഞ്ഞാൽ പശു, അതായത് മൃഗങ്ങൾ എന്നൊക്കെ മീനിങ് കൂടിയാണ്. പക്ഷികളും മൃഗങ്ങളും ഒക്കെ പ്യാസി ഹെ, ഭയങ്കര തേഴ്സ്റ്റിയാണ്, അവർ ഭയങ്കര എന്താ ദാഹിച്ചിരിക്കുകയാണ്. താൽ താലാബ് സബ് ഖാലി ഹെ, എല്ലാ വാട്ടർ റിസോഴ്സ്, താൽ താലാബ് കുളങ്ങളും കൊച്ചു കൊച്ചു തോടുകളും ഇതെല്ലാം താൽ താലാബ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ. സോ അതെന്താണ്? സബ് ഖാലി ഹെ, എല്ലാം എന്താണ്? വേക്കന്റ് ആണ്, അവിടെ ശൂന്യമാണ്, ഒന്നുമില്ല. സൂഖേ ഘാട്ട് മേ നാവ് പടാ ഹെ, വളരെ എന്താണ്? സൂഖേ ഘാട്ട് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ആ ഒരു കടവില് എന്ത് വരെയാണ്? നാവ് പടാ ഹെ, വെറുതെ ഇങ്ങനെ നാവ്, തോണി ഇങ്ങനെ കിടക്കുക, വെള്ളമൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ കടവിൽ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് നമ്മുടെ തോണി, ബോട്ട്. നാവ് എന്ന് പറഞ്ഞാൽ ബോട്ട് അല്ലെ. പിന്നെന്താ? മച്ലിയാ പാനി കെ ബിനാ ഹെറാൻ യാ പരേശാൻ മേ ഹെ. മച്ലിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫിഷ് അല്ലെ. മീനുകൾ എന്താണ്? വെള്ളമില്ലാതെ ഹെറാൻ ഹെ, വളരെയധികം ടെൻഷനിലാണ്, ഫ്രൈഡ് ആണ്, അവർ ഭയങ്കര ടെൻഷനിലാണെന്ന് പറയാം. പരേശാൻ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടെന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. സോ അത് അങ്ങനെ ഭയങ്കര ടെൻഷനിലും ബുദ്ധിമുട്ടിലൊക്കെയാണ്. പിന്നെന്താ? സബ് ബാദൽ സേ കഹത്തെ ഹെ, എല്ലാവരും ഈ ബാദലിനോട് ചോദിക്കുകയാണ്, തും സാഗർ സേ ജൽ ലാക്കർ ഹർ ഗാവ് മേ പാനി ബർസാओ. നീ മേഘത്തോട് പറയുന്നത് എന്താണ്? നീ ആ ഒരു ഓഷ്യനിലൊക്കെ പോയി, സമുദ്രത്തിലൊക്കെ പോയി എന്ത് വേണം? വെള്ളം കൊണ്ടുവന്ന് ഈ വില്ലേജിലൊക്കെ മഴ പെയ്യിക്കാൻ പറയാണ്. സബ് ജീവ് ജന്തുവോം കെ പ്യാസ് ബുझാओ, എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം മാറ്റാൻ പറയാണ്. പിന്നെന്താ? ധർത്തി പാനി കെ ആനെ സെ ധാനി ഹോ ജാതി ഹെ. ധർത്തി ഈ ഭൂമിയിലേക്ക് വെള്ളം വരുമ്പോ എന്താണ്? അത് ഭയങ്കര ഫ്ലറിഷ് ആവും, അവിടെ മൊത്തം എന്താ? മൊത്തം ഇങ്ങനെ ഫീൽഡ്സ് ഒക്കെ നിറഞ്ഞ് വിളവൊക്കെ റെഡിയായി അവിടെ ഹാർവെസ്റ്റ് ഉണ്ടാവും എന്നാ പറയുന്നത്. പിന്നെന്താ? ധർത്തി പർ ഫസലോ കോ പാനി മിൽ ജാതാ ഹെ, ഈ ഭൂമിയിലെ എല്ലാ വിളവുകൾക്കും വെള്ളം കിട്ടുന്നു. तो खेतों धान से भर जाते हैं, അവിടെ മൊത്തം എന്താ? ധാന്യങ്ങളൊക്കെ നല്ല വിള ഹാർവെസ്റ്റ് ഉണ്ടാവുന്നു. പിന്നെന്താ? खेत इसके खुशबू से महकते हैं, അതിന്റെ ആ ഒരു നല്ലൊരു നറുമണം അവിടെ മൊത്തം സ്പ്രെഡ് ആവുന്നു. മെഹക്കനാന്ന് പറഞ്ഞാൽ നല്ല നറുമണം അവിടെ സ്പ്രെഡ് ആവാന്നാ പറയുന്നത്. ചാറോ തരഫ് ഹരിയാലി ഹി ഹരിയാലി ഹോത്തി ഹെ, എല്ലാ നാല് പാടും എങ്ങനെയാ? മൊത്തം പച്ചപ്പ് നിറയാണ്, ഗ്രീനറി നിറയാണ്. കിസാനോ കെ മൻ ചഹക് ഉഠ്താ ഹെ, ആ ഒരു ഫാമേഴ്സിന്റെ മനസ്സ് ഭയങ്കരമായിട്ട് എന്താണ്? സന്തോഷം കൊണ്ട് ഹാപ്പി ആവാണ് അവര്. പാനി മേട്ടോ തക് ആ ജാത്തെ ഹെ, ആ വെള്ളമൊക്കെ എവിടെയാ? വരമ്പുകൾ വരെ ഇങ്ങനെ വരികയാണ്, എത്തി നിൽക്കാണ്. പാനി കെ ബരസ്നെ സെ സഭി ഖുഷ് ഹോ ജാത്തെ ഹെ, വെള്ളം മഴ വന്നതോടെ അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും ഭയങ്കരമായിട്ട് ഹാപ്പി ആകുന്നു. സോ ഇതാണ് ഈ ഒരു കവിതയുടെ ആശയം എന്ന മക്കളൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, എന്തായാലും അപ്രിസിയേഷൻ അല്ലെങ്കിൽ ആശയമൊക്കെ ചോദിക്കുമ്പോൾ, ആസ്വാദന കുറിപ്പൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു പോയിന്റിന്റെ പേര് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അറിയാലോ, ബാദൽദാനി ബാബുലാൽ ശർമ്മയുടെ പോയം, അദ്ദേഹം എഴുതിയൊരു പോയമാണ്. സോ അത് മറക്കരുത്, പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? പര്യായവാചി ശബ്ദ, സിനോണിം വേർഡ്, അതായത് സെയിം മീനിങ് വരുന്ന വേർഡ്സ്, പര്യായം, സിനോണിംസ് കേട്ടോ. ഓക്കെ, അതെന്താ? ബാദലിന്റെ എന്താ? ഘട, മേഘ്. ബാദൽ എന്ന വേർഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ? ഘട, മേഘ്, ഈ രണ്ട് വേർഡ്സ് ആണ്. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് നമ്മളോട്. 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ബാദൽ എന്ന് പറഞ്ഞാൽ ബാദലിന് വേണ്ടി യൂസ് ചെയ്യുന്ന വേറെ വേർഡ്സ് എന്താണ്? ഇപ്പൊ കവിതയിൽ ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ടീച്ചർ കാണിച്ചില്ലേ ഈ ഒരു കവിത, ഇതിൽ നോക്കൂ, ബാദൽ എന്ന വേർഡ് ഉണ്ട്. എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കും മേഘ के लिए प्रयुक्त दूसरे शब्द, कविता में मेघ के लिए प्रयुक्त दूसरे शब्द कौन सा है എന്ന് ചോദിക്കും. അതായത് മേഘം എന്ന വേർഡിന് പകരം കവിതയിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് ഏതാന്ന് ചോദിക്കും. ഏതാണ്?
ബാദലാണ്. അപ്പൊ അത് ബാദൽ എടുത്ത് എഴുതാം. സോ അതുകൊണ്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സിനോണിം വേർഡ്സ് അറിഞ്ഞിരിക്കണം അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത് എന്താണ്? സിനോണിം വേർഡ്സ് പഠിച്ചു വെക്കുക. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ, ഈ 2 ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കുറച്ച് സിനോണിം വേർഡ്സ് ആണ് ടീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബാദൽ എന്ന് പറഞ്ഞാൽ ഘട്ട, 2 വേർഡ്സ് ആ, ഘട്ട, മേഘ്. പിന്നെന്താ നെക്സ്റ്റ്? പാനി. പാനി എന്ന് പറഞ്ഞ ജൽ അല്ലെ? പാനി എന്ന് പറഞ്ഞ ജൽ. ഓക്കെ. പിന്നെന്താ? ധർത്തി എന്ന് പറഞ്ഞ ഭൂമിയാണ്. ധർത്തി എന്ന് പറഞ്ഞ ഭൂമി എന്നുള്ള വേർഡും യൂസ് ചെയ്യാറുണ്ട്. ബാരിഷ് എന്ന് പറഞ്ഞാൽ വർഷ എന്ന വേർഡ് യൂസ് ചെയ്യും. ദെൻ ഗഗൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ആസ്മാൻ, ആകാശ്, ആകാശം, സ്കൈ എന്ന മീനിങ് ആണ്. സോ ഈ 2 വേർഡ്സ് വരുമ്പോഴും ചോദിക്കാറ്, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ നോക്കൂ, സാഗർ. സാഗറിന് വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു വേർഡ് ഏതാ? സമുദ്രം, സീ, ഓഷ്യൻ എന്നൊക്കെ പറയില്ലേ? ഓക്കെ. പിന്നെ നോക്കൂ, പേട്. പേടിന് വേണ്ടി വേറൊരു വേർഡ് ഏതാ? സിനോണിം വേർഡ് ഏതാ? വൃക്ഷ്. പര്യായമാണ്. പേടിന്റെ വേറെ ഹിന്ദി പര്യായം എന്താണ്? വൃക്ഷാണ്. ദെൻ ചിടിയ. ചിടിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡാണ് പക്ഷി. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ 2 ചാപ്റ്റേഴ്സിൽ കോമൺലി യൂസ് ചെയ്യുന്ന പര്യായങ്ങൾ. സോ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ. അപ്പൊ എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു? പോസ്റ്റർ ഡിസ്കസ് ചെയ്തു അല്ലെ? സൂചന പോസ്റ്ററും സന്ദേശ് പോസ്റ്ററും. കൂടുതൽ സന്ദേശ് പോസ്റ്റർ ആണ് ചോദിക്കാറുള്ളത്. കാരണം 6th സ്റ്റാൻഡേർഡിന് എപ്പോഴും ചോദിക്കുന്നത് സന്ദേശ് പോസ്റ്റർ ആണ്. സോ പാനിയുടെ സന്ദേശ് പോസ്റ്റർ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് പഠിച്ചു വെക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ. പിന്നെന്തൊക്കെയായിരുന്നു? വർഗ് പഹേലി അല്ലെ? വിവരൺ. പിന്നെ കവിതാംശ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, തുക്വാലെ ശബ്ദ്. പിന്നെന്താ? ഹെഡിങ് കൊടുക്കുക. ദെൻ ഈ പര്യായവാചി ശബ്ദ, ദെൻ ആശയം. ഓക്കെ. സോ എല്ലാം ക്ലിയർ ആയെന്ന് ടീച്ചർ വിചാരിക്കുന്നു, ഉഷാറായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ that's all for today. Bye bye. Thank you all.